വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ വാർത്തകളല്ലാത്ത വാർത്തകൾ സംഭവിച്ച വാർത്താ കുത്തൊഴുക്കേണ്ട ഒരു ദിവസത്തിന് സായാഹ്നത്തിലേക്ക് പ്രൈം ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിസ്മയങ്ങൾ ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിസ്മയം നമ്പർ 1 ആണോ എന്ന സംശയത്തിൽ മുൻ എംഎൽഎയും CPM നേതാവുമായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്ന വാർത്ത ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച വാർത്തയാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പോറ്റി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അധികാരമോഹിയല്ലെന്നും എളിയ പ്രവർത്തകയായി കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും ഐഷ പോറ്റി 24 പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായേക്കും. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ MLA ആയ ഐഷ പോറ്റി CPIയുമായുള്ള 3 പതിറ്റാണ്ട് നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിലെത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരെ ലോക്ഭവന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിലെത്തി KPCC അധ്യക്ഷനിൽ നിന്ന് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപായി UDFന്റെ പക്കലേക്ക് LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. കേരള ജനത ഞങ്ങളെല്ലാം പറയുന്ന പോലെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ആ സൂചനകളുണ്ടാവും. ആ സൂചനകളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ മാറ്റവും. പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകും. താൻ അധികാരമോഹിയല്ലെന്ന് ഐഷ പോറ്റി. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐഷ. വർഗവഞ്ചന എന്ന് ഐഷ പോറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ആ ഐഷ പോറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷ പോറ്റി ചെയ്തിരിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. ഏറെ നാളായി CPIM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഐഷ പോറ്റി. പാർട്ടിയിൽ സജീവമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഐഷ പോറ്റിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പങ്കെടുത്തതും ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. അത് CPM ക്യാമ്പിൽ ഞെട്ടലുണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാൻ കഴിയുന്ന ഒരു നീക്കമായിരുന്നു കോൺഗ്രസിന്റെ ഐഷ പോറ്റിക്കെതിരെ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി ഐഷ പോറ്റിയുടെ നിലപാട് അവസരവാദപരം എന്നാണ് വിമർശനം. പാർട്ടിയാണ് ഐഷ പോറ്റി MLA ആക്കിയതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും. അധികാരമില്ലാത്തപ്പോൾ ഒഴിഞ്ഞു മാറുന്നത് പാർട്ടി പ്രവർത്തകർക്ക് ചേർന്നതല്ല എന്നും CPIM കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം. അരുൺരാജ് ചേരുന്നു. അരുണ, ഇക്കുറി അല്ലെങ്കിൽ പോയ തവണ സീറ്റ് കൊടുക്കാത്തതിന് പിന്നാലെയുള്ള അതൃപ്തിയിൽ എനിക്കൊന്ന് ആ അതൃപ്തി ആദ്യം തുറന്നു പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ അരുൺരാജാണ്. ഐഷ പോറ്റിയുടെ ആദ്യത്തെ ഒരു വിയോജിപ്പിന്റെ ബൈറ്റ് കൊടുക്കുന്ന 24 ആയിരുന്നു. അതിനുശേഷം ആ വിയോജിപ്പ് അത് കൂടുതൽ റിഫ്റ്റ് അത് വലുതായി. CPIയുമായി പൂർണ്ണമായി അകന്നു എന്നെല്ലാവർക്കും മനസ്സിലായി. എങ്കിൽ കൂടിയും ഐഷ പോറ്റി അവിടെ വലിയ സ്വാധീനമുള്ള നേതാവാണ്, പലയാവർത്തി MLA നേതാവാണ്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയി അവിടെ അംഗത്വം എടുക്കുമെന്ന് യഥാർത്ഥത്തിൽ CPIM കരുതിയിരുന്നതാണോ അരുൺ? ഹാഷ്മി, CPIമിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ്. കാരണം 2016 തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഐഷ പോറ്റി CPIയുമായുള്ള അകലം തുടങ്ങുന്നത്. ഈ അകലം തുടങ്ങി പിന്നീട് ഐഷ പോറ്റിയെ തിരിച്ച് CPIമിൽ സജീവമാക്കാൻ പലകുറി നേതൃത്വം ശ്രമിച്ചതാണ്. CPIമിന്റെ ജില്ലാ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലും അടക്കം ഐഷ പോറ്റിയെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം KN ബാലഗോപാലും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാക്കളും അടക്കം നടത്തിയെങ്കിലും ഐഷ പോറ്റി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്റെ നീരസം കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേക്കേറിയിരിക്കുന്നത്. ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് CPIM ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് അവസരവാദപരമെന്നായിരുന്നു. ആ പാർട്ടിയാണ് ഐഷ പോറ്റിയെ MLA ആക്കിയതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും. ഇക്കാര്യം ഐഷ പോറ്റി ഓർക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിയിൽ നിർജീവമാവുന്ന അവസ്ഥയിലേക്ക് പോയി. സജീവമല്ലാത്ത രീതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനം ഉണ്ടായത്. അധികാരമില്ലാത്തപ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഒരു പാർട്ടി പ്രവർത്തകർക്ക് യോജിച്ച നിലപാടല്ല, ആ ചേർന്ന നിലപാടല്ല എന്നുകൂടി CPIM ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയതെന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അവസരവാദപരമായ നിലപാടാണ് കൊട്ടാരക്കരയിലെ പാർട്ടി പ്രവർത്തകർ തിരിച്ചറിയും എന്നുള്ള കാര്യം കൂടി എന്തായാലും ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ ഐഷ പോറ്റിക്കെതിരെ വലിയ വിമർശനം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഐഷ പോറ്റി നിലപാടിൽ മാറ്റമില്ല. ഐഷ പോറ്റി എന്തായാലും നിലവിൽ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് എടുക്കുന്ന ഏത് നിലപാടിനൊപ്പവും താൻ ഇനി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇതിനുശേഷവും നമ്മളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് താൻ എല്ലാ കണികയും അത് ക്ഷമയുടെ എല്ലാ നെല്ലിപ്പറയുകയും കണ്ട ശേഷം
ശേഷമാണ് താൻ ഈ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് ഐഷ പോറ്റിയുടെ നിലപാടായി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഐഷ പോറ്റി തിരിച്ച് കൊട്ടാരക്കരയിൽ എത്തിയിട്ടുണ്ട്. നാളെ മുതൽ പൊതുപരിപാടികൾ സജീവമാകാനാണ് സാധ്യത. ഓക്കെ, മാറാനുണ്ടായാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ മുതൽ തന്നെ ഒരു അതിർത്തി ഒക്കെ പുകഞ്ഞതൊക്കെയാണ്. അത് CPM-നും അറിയാവുന്നതാണ്, ആ അകൽച്ച അറിയാവുന്നതാണ്. പല പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും പിന്നീട് ഐഷ പോറ്റിയെ പരിപാടികളിൽ ക്ഷണിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോഴൊന്നും ഈ കോൺഗ്രസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. കോൺഗ്രസിലേക്ക് പോകുമെന്ന് CPM കരുതിയിരുന്നതല്ല. വർഗവഞ്ചന തുടങ്ങിയ പ്രതികരണങ്ങൾ അതിൽ നിന്നുണ്ടാക്കുന്ന ഷോക്കിൻ്റെ ഒരു സൂചന കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു കോൺഗ്രസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി KPCC ആസ്ഥാനത്തെത്തി നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ ചേർന്നു. അലക്സ്, സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അവിടെയുണ്ടോ? നേതാക്കളുമായി ഓരോരുത്തരുമായി ഒരു 1-to-1 ചർച്ച, കൂടിക്കാഴ്ച ഒക്കെ നടക്കുന്നുണ്ടോ അലക്സ്? ഹാഷ്മി, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുമ്പേ ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അതായത് ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകളും സ്ഥാനാർത്ഥി ചർച്ചകളും ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്ര അല്ലെങ്കിൽ കേരള യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ ഒരു പറ്റം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. 70 സ്ഥാനാർത്ഥികളെയെങ്കിലും പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളം പിടിക്കാൻ ആണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ എല്ലാ പിന്തുണയുമുണ്ട്. അതുകൊണ്ടാണ് AICC ഒരു പ്രത്യേക സ്ക്രീനിംഗ് കമ്മിറ്റിയെ തന്നെ കേരളത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. AICC-യുടെ ചുമതലയുള്ളത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയാണ്. അദ്ദേഹവും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു. ഇന്ന് മധുസൂദൻ മിസ്ത്രി അല്പം മുമ്പ്, അതായത് വൈകുന്നേരത്തോടു കൂടി KPCC ആസ്ഥാനത്തെത്തിയിരുന്നു. അദ്ദേഹം നേതാക്കളുമായി കണ്ടു. KPCC അധ്യക്ഷനൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരെയൊക്കെ കണ്ട് അദ്ദേഹം അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് വരുമോ, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരുമോ എന്നുള്ള ചർച്ച അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. CPI-ൽ നിന്ന് പ്രബലരായ നേതാക്കളെ അടർത്തിയെടുക്കാനും അതുപോലെ BJP-യിൽ നിന്നുള്ള നേതാക്കളെ അടർത്തിയെടുത്ത് കൊണ്ടുവരാനുള്ള ചർച്ചകളും UDF എന്ന ലേബലിൽ സജീവമാണ്. അത്തരത്തിൽ ഒരു വലിയ വിശാല മുന്നണിക്കാണ് UDF കോപ്പ് കൂട്ടുന്നതെന്ന് VD സതീശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തും. സ്ഥാനാർത്ഥിത്വം, അതായത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലെ പൊതു മാനദണ്ഡം, അത് സംബന്ധിച്ച് ചർച്ചകളുമായിരിക്കും ഈ ആദ്യ കൂടിക്കാഴ്ചകളിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് അതിനുശേഷമായിരിക്കും കടക്കുക. 16-ാം തീയതി ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും സമാനമായി തന്നെ നേതാക്കളെ അങ്ങോട്ട് വിളിച്ച് ഇത്തരം മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യം ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ളത്. ഇവരെ അങ്ങോട്ട് വിളിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും AICC ചെയ്യും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും ഇടപെടുകയാണ്. ആ തരത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെച്ച് ദ്രുതവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു പൊതുചിത്രം കൂടി കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് CPM-നെ BJP ഒക്കെ അപേക്ഷിച്ച് ഒരു മുഴം മുമ്പേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി എന്ന ചിത്രം നൽകുകയാണ് കോൺഗ്രസ്. എന്താണെങ്കിലും ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചർച്ചകൾ പുരോഗമിക്കും. നേതാക്കളെ ഒറ്റയ്ക്കും അതുപോലെ കൂട്ടവുമായി ഒക്കെ കണ്ട് മധുസൂദൻ മിസ്ത്രി ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും അടുത്ത ദിവസങ്ങൾ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും ഇന്നത്തെ കൂടിക്കാഴ്ചകൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മോഹൻ പിലാത്ര ചോദിക്കുന്നുണ്ട്, ഹാഷ്മി, കാല് മാറുമ്പോൾ പോകുന്ന പാർട്ടിയെ മനസ്സിൽ കയറ്റി ആദ്യത്തെ പ്രശ്നം നടത്തുമ്പോൾ അറിയാതെ അത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ പറ്റുമോ? മനപ്പാടമാക്കാൻ സമയം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല തിട്ടം. ഇപ്പോൾ ഡോക്ടർ P. സരിൻ ഇപ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടാൽ ഏതെങ്കിലും കാലത്ത് സരിൻ കോൺഗ്രസ്സുകാരൻ തോന്നുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ നടത്തുന്ന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലത്ത് BJP-ക്കാരനും തോന്നുന്നു. ഇനി കേരള കോൺഗ്രസിൻ്റെ കാര്യമാണെങ്കിൽ കേരള കോൺഗ്രസ് തന്നെ UDF-ൽ നിന്നവരാണ്, LDF-ലേക്ക് പോയതാണ്. കോഴമാണി എന്ന് വിളിച്ചവർ മാണി സാർ എന്ന് വിളിച്ചിട്ടില്ലേ? രാഷ്ട്രീയത്തിൽ വലിയ കാര്യമൊന്നും. നമ്മൾ രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ പറയാൻ നമുക്ക് ഇൻട്രോയിൽ പറയാനൊക്കെ കൊള്ളാവുന്ന നല്ല വാക്ക് എന്നതിനപ്പുറം ഇക്കാലത്ത് വല്ല കഥയുണ്ടോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പിന് ആവേശോജ്വല സ്വീകരണം. മന്ത്രിമാരായ V. ശിവൻകുട്ടിയും K. രാജനും ചേർന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മൊഗ്രാലിൽ നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് ശക്തന്റെ തട്ടകം ഏറ്റുവാങ്ങി. സ്വരാജ് റൗണ്ട് ചുറ്റി CMS സ്കൂളിലേക്ക് പ്രയാണം. ചെറുപൂരത്തിന്റെ പകിട്ടോടെ ഘോഷയാത്ര 1-ാം വേദിയിലേക്ക്. പരമ്പരാഗത കലാരൂപങ്ങൾക്കൊപ്പം വിവിധ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകി.
സമസ്ത ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത. ഈ വേദി തന്നെ കണ്ടാൽ അതൊക്കെ മനസ്സിലാവും. നാളെ രാവിലെ ഒരു മിനി പൂരം കാണാം. ആനയുണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാർദ്ധക്യവും യൗവനവും കൗമാരവും എല്ലാം ചേർന്ന് ഈ കൗമാര കലാമാമാങ്കത്തിന്റെ പൂരത്തിന് സാക്ഷ്യം വരികയാണ്. ഒന്നാം വേദിയിൽ സ്വർണ്ണക്കപ്പ് സ്ഥാപിച്ചു. തൃശൂർ ഇനി സകല കലകളുടെ വേലിയേറ്റത്തിന് സാക്ഷ്യം വഹിക്കും. ടീം 24 തൃശൂർ. അപ്പോൾ കൊടിയേറും മുമ്പ് തൃശൂർ കലോത്സവ ലഹരിയിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു. കലാപൂരത്തിന്റെ ആവേശവുമായി കലോത്സവ നഗരിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നു. പ്രധാന വേദിയിൽ സ്മിത ഹരിദാസ്, ശ്രീനിതാകൃഷ്ണൻ, പൂജ, ഹരിഷ്മ, കലവറയിൽ നിന്ന് വിപിൻ സി വിജയൻ, തെക്കേ ഗോപുരനടയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പൻ, സകല ടീമും ഗംഭീരമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്മിതയിലേക്ക് പോകുന്നു. സ്മിത, അപ്പോൾ തലേ രാത്രിയാണ്, ഗംഭീരമായ വൈബിന്റെ രാത്രിയാണ്. ഗംഭീരം, അവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? ശരിക്കും ഹാഷ്മി അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അത്ര രസമാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വൈകിട്ട് വരെയുള്ള കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും നാളെ രാവിലത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉണരാൻ വേണ്ടി എല്ലാവരും പോകുന്നു വിചാരിച്ചു. പക്ഷെ അത് അങ്ങനെയല്ലാന്നാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരുപാട് പേര് ഇങ്ങോട്ട് പല വട്ടമായിട്ട് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അവരിവിടെ ഒരുക്കങ്ങൾ എന്തെല്ലാമായി ഓരോ വേദികളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കൗമാരപ്രായക്കാരും ഒക്കെയുള്ള കുട്ടികൾ, അവർ ഒരുപാട് പേര് റീൽസ് എടുക്കാനും ഇവിടെ നിന്നിട്ട് ഈ സകല കലകളുടെ ഈ ഒരു സംഗമ സ്ഥാനം എന്ന് പറയാവുന്ന ഈ പൂരനഗരിയിൽ നിൽക്കുമ്പോൾ ഈ റീൽസ് ഒക്കെ എടുക്കുമ്പോൾ വേറൊരു വൈബാണ്. അപ്പോൾ അതിനു വേണ്ടി വന്ന കുട്ടികൾ ഒരുപാട് പേരെ നമ്മളിവിടെ നിൽക്കുമ്പോൾ കണ്ടു. ഞങ്ങൾ പറയായിരുന്നു നമ്മുടെ ലൈവിലേക്കൊക്കെ അവരെ വിളിക്കണം എന്ന്. കാരണം അത്രയും എനർജറ്റിക് ആയിട്ടാണ് അവർ നിന്ന് ഡാൻസ് കളിക്കുന്നതും. അത് കാണാനുണ്ട്. നമുക്ക് അവരോട് തന്നെ ഒന്ന് പോയിട്ട് സംസാരിക്കാം. നമ്മുടെ ശ്രീനിത അവരോട് സംസാരിക്കാൻ വേണ്ടി ഓടുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ, എന്തത് റീൽ എടുക്കണോ? നിങ്ങൾ എവിടുന്ന് വരുന്നത്? മത്സരത്തിനൊന്നല്ലേ? എന്തൊരു മത്സരം? ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്നുമില്ലല്ലോ അല്ലേ? അത് സീക്രട്ട് ആണ്. അതെ. ഏത് സ്കൂളാ? ഞാൻ അവിടെ നിന്ന് കണ്ടല്ലോ, തകർത്ത് ഡാൻസ് കളിക്കണ്ടായിരുന്നല്ലോ. സൂപ്പർ. അപ്പൊ നമുക്ക് ഒരു അത് മാത്രമല്ല, നമ്മുടെ പൂജയും ഹരിഷ്മയും കൂടെ ഉണ്ട്. അവരുടെ ഒരു ഫീലിംഗ് അതും കൂടെ നമുക്കൊന്ന് ചോദിക്കണം. ഞാൻ അവരോട് ചോദിക്കായിരുന്നു, നിങ്ങൾ ഇതിനു മുൻപ് കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇതിനു മുൻപ് സ്കൂൾ കലോത്സവങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെ? എന്താ അപ്പൊ ആ ഒരു വ്യത്യാസം? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കാണാനോ ഒന്നും പോകാനൊന്നും പറ്റില്ല. സ്കൂൾ അവധിയായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്താ, ഇതിപ്പോ ഫുൾ വൈബല്ലേ, ഫുൾ ഡേ ഇവിടെ തന്നെ എപ്പോഴും ഇതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തൊക്കെ പോവാ. ഇപ്പൊ തന്നെ ഈ വൈബ് കണ്ടില്ലേ ചേച്ചി? അതായത് മത്സരം മാത്രല്ല, അതോ എന്താണ് പറയാ, ഇത് ഓണായി കിടക്കുകയാണ് ഇങ്ങനെ. വൈബോട് വൈബാണ് ഹാഷ്മി. ഞാനാണെങ്കിൽ അവരുടെ വൈബോട് വൈബ് കണ്ടിട്ട് അതിൻ്റെ ഒരു താളത്തിൽ ഊർജ്ജത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പൂരത്തിന് വരുന്നേക്കാൾ കൂടുതൽ നമ്മുടെ ആ ഒരു ആവേശം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് രാത്രി പോകാൻ തോന്നല്ലേ. ഇന്ന് നേരത്തെ പോയി കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ ടീം എല്ലാം ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈബ്, വൻ വൈബ്, ഒരു നിവൃത്തിയില്ല, വൻ വൈബ്, ഗംഭീര. ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കലവറയിലാണ് ആരുള്ളത്? നമ്മുടെ വിപിൻ സി വിജയൻ. അവിടെ ഏതാണ്ട് ആ സ്വർണ്ണക്കപ്പ് അങ്ങോട്ട് എത്തി ദൃശ്യം കാണുന്നത് കേട്ടോ. അപ്പോൾ വിപിൻ അവിടെ എന്താണ്, ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, രസം, പുളിശ്ശേരി, കിച്ചടി, പച്ചടി, മോര്, അച്ചാറ്, പപ്പടം, പാടപ്രഥമം, പാൽപ്പായസം, ഗോതമ്പ് പായസം, സ്പെഷ്യൽ ചേമ്പ് പായസം, കുമ്പളങ്ങ പായസം എന്നു വേണ്ട കലവറ വിസ്മയങ്ങളുടെ കലവറയാ വിപിൻ. അതെ ഹാഷ്മി, എന്ന് വേണ്ട സകല സദ്യവട്ടങ്ങളും ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലോത്സവത്തിന്റെ തലേ ദിവസം ഈ കലവറ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കല്യാണ വീട്ടിൽ അതിന്റെ തലേ ദിവസം ഉണ്ടാകുന്ന ഒരു ഒരുക്കമുണ്ടല്ലോ, ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഒത്തൊരുമിച്ച് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു തിരക്കും, അങ്ങനെ ഓരോ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് തമാശയൊക്കെ പറഞ്ഞ് നുറുക്കുന്ന ആ ഒരു കാഴ്ച നമുക്കതായി തൃശ്ശൂരത്തെ കലവറയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ പായസങ്ങളായിട്ട് ഇവിടെ തയ്യാറാവുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ സാമ്പാറും മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് ഓരോ സ്ഥലങ്ങളും കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രകോപനത്താണ് ഇപ്പോൾ ഈ കലവറ ഉള്ളത്. ഇതാ ഇതിന്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള പഴയടം പോതിരി. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്തൊക്കെയാ? പ്രത്യേകതകളൊന്നും കാര്യമായിട്ട് അങ്ങനെയില്ല. വൈകുന്നേരങ്ങളിൽ ഊണായിരുന്നു, ഊണ് മാറ്റി ചപ്പാത്തിയാക്കി ആണ് പ്രധാനം. പിന്നെ ഉച്ചയ്ക്ക് പായസങ്ങളിൽ നാളെ ചക്കപ്പഴപ്പഴം കൊണ്ടുള്ള പായസമാണ്. രാവിലെ ദോശയാണ്. ദോശയോടൊപ്പം ഞങ്ങൾ നവധാന്യ ദോശ, ഒരു കൊങ്ങണി വിഭവമാണ്, അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് അത്രയൊക്കെയുള്ളൂ, മറ്റ് വ്യത്യസ്തതകളൊന്നുമില്ല. ചക്കപ്പായസമാണ് നാളത്തെ സ്പെഷ്യൽ. അതെ. ചക്കപ്പായം ബ്ലെൻഡഡാണ്. ചക്കപ്പഴം ഗോതമ്പ് കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതാണ് നാളത്തെ സ്പെഷ്യാലിറ്റി. കലവറയിൽ നമ്മുടെ ടീം എത്ര ആൾക്കാരുണ്ട്? ഇവിടെ 100ഓളം ആൾക്കാരുണ്ട്. ഇനി അങ്ങോട്ട് രാപ്പകലില്ലാതെ വർക്ക്. അതെ, ഇനി രാപ്പകലില്ലാത്തൊരു അധ്വാനമാണ്. എന്തെങ്കിലും ഒരു സസ്പെൻസ് ഒളിപ്പിച്ചിട്ടുണ്ടോ ഈ 4 ദിവസത്തിന്റെ ഇടയിൽ പായസത്തിൽ? ചേനപ്പായസം പോലെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുള്ള പായസങ്ങൾ മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവാതിരിക്കില്ല എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നാളെ ചക്കപ്പായസം, ഒപ്പം തന്നെ നവധാന്യങ്ങൾ കൊണ്ടുള്ള ദോശ, അതൊക്കെ കഴിക്കുന്നതിന് വേണ്ടി കലാപൂരത്തിനെത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇങ്ങനെ ഓരോ ചെമ്പുകളിലായി ഓരോ വിഭവങ്ങൾ ഇങ്ങനെ തിളച്ചു മറിയുന്ന കാഴ്ച തന്നെയാണ് ആഷ്മി കലവറയിൽ നിന്ന് കാണാനുള്ളത്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരും. സുർജിത്ത്, അവിടെ ഏതൊരു സ്ഥലത്ത് വേദി ഒരുക്കുന്നതിൽ പരാതിയുമായി ദേവസ്വം ബെഞ്ചിലേക്ക് ഒരാൾ പോവുകയും ആ പരാതി 4 മടക്കി ദേവസ്വം ബെഞ്ച് അയാളുടെ കയ്യിൽ കൊടുക്കുകയും അയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ ഈടാക്കിയ 10 പിഴയിട്ട വാർത്തകൾ നമ്മൾ കണ്ടു. അങ്ങനെ മനുഷ്യന്മാർ സന്തോഷിക്കുന്നതിൽ സങ്കടമുള്ള ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്. വളരെ ചെറിയ മനുഷ്യന്മാരേ ഉള്ളൂ. ബഹുഭൂരിപക്ഷവും അടിച്ച് പൊളിക്കാൻ വേണ്ടി വരുന്നവരാ. സുർജിത്ത്, തീർച്ചയായും ഞാൻ നിൽക്കുന്ന സ്ഥലം തെക്കിൻകാട് മൈതാനമാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഒരു മൈതാനം എന്തായാലും ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത ഒരു ഡിസൈൻ ചെയ്തൊരു നഗരമാണ് തൃശ്ശൂർ എന്ന് എല്ലാവർക്കും അറിയാം. പൂരം നടക്കുന്ന, തെക്കോട്ടിറക്കം നടക്കുന്ന തെക്കേ ഗോപുര നടയിലാണിപ്പോൾ ഞാനുള്ളത്. ഇവിടേക്ക് ഇങ്ങനെ ആളുകൾ സന്ധ്യാ സമയം മുതൽ ഇങ്ങനെ വിശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്താറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ പതിവായി ഇവിടേക്ക് എത്തുന്നത് നമുക്ക് എപ്പോഴും കാണാം. പല ഘട്ടങ്ങളിലും ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ആളുകൾ വന്നിങ്ങനെ വളരെ സ്വസ്ഥമായിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരിടം കൂടിയാണിത്. എന്തായാലും ധാരാളം ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഞാനിവിടെ വന്ന ഘട്ടത്തിൽ ധാരാളം ആളുകളുണ്ടായിരുന്നവരൊക്കെ പതുക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുറച്ച് പേരെ കൂടി നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. എവിടെ വീട്? കണ്ണൂരാ? കലോത്സവത്തിനും എന്താ? കലോത്സവമൊന്നുമല്ല, ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നവരാ. ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട്. വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയല്ലേ? അതെ അതെ. കലോത്സവമൊക്കെയാണ്. കലോത്സവത്തിന് ഇവിടെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സമയം കിട്ടിയാൽ വരും. ഞങ്ങളിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കലോത്സവം കാണുന്ന ആഗ്രഹമുണ്ട്. വരാൻ പറ്റിയാൽ വരും. ഒരു കണ്ണൂരുകാരാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. എന്തായാലും ഹാഷ്മി, ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ ഇങ്ങനെ സാധാരണ ഘട്ടത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു ഇടം കൂടിയാണിത്. അവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കലോത്സവത്തിൻ്റെ ആ വൈബിലേക്ക് തൃശ്ശൂർ നടന്നെടുക്കുന്നു. ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും വലിയ രീതിയിൽ ഒരു ദൃശ്യവിന്യാസങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ നഗരം പൂർണ്ണമായും കലോത്സവത്തിന്റെ ലഹരിയിലേക്ക് നടന്നെടുക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സുർജു നിൽക്കുന്ന സ്ഥലമൊക്കെ വൻ വൈബാണ്. അതിൻ്റെ കൂടെ നാളെ കലോത്സവത്തിന് തലേനാൾ കൂടി ആകുമ്പോഴേക്കും അത് ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, അവിടെ പോയി നിന്നാൽ മാത്രം അനുഭവിക്കുന്ന രസമാണ് അവിടെ. അതായത് ഇവിടെ അക്ബർ അലി പറയുകയാണ്, സ്വർണ്ണക്കപ്പ് ശ്രദ്ധിക്കണം, കുഴപ്പമില്ല, പോറ്റി ആൻഡ് കോ അകത്തായത് കാരണം അത്ര പ്രശ്നം ഉണ്ടാവില്ല, അല്ല കണ്ടു കഴിഞ്ഞാൽ അത് പാളികളൊക്കെ കളക്കാൻ തോന്നിക്കളയും. 117 കുഞ്ഞുങ്ങളില്ല, 117 പവനാണ്. ഒരു പവനത്ത് വില എത്രയാണ്? 1,02,16. 1,02,16 117 എത്ര? 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം RCCയിൽ മുൻപും നിയമന ക്രമക്കേട്. 2012 ആർ ശ്രീലേഖ ചീഫ് നഴ്സിംഗ് ഓഫീസറായിരിക്കെയാണ് ക്രമക്കേട് ഉണ്ടായത്. ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്നും നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്നുമാണ് അന്ന് പരാതി ഉയർന്നിരുന്നു. അന്ന് അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പട്ടിക റദ്ദ് ചെയ്യുകയായിരുന്നു. അലക്സ് റാമോവ് ചേരുന്നു. അലക്സ്, പിന്നെയും അവർ ചീഫ് നഴ്സിംഗ് ഓഫീസറായി തുടർന്നു. അതിനുശേഷം അവർ ഈ പറയുന്ന ബന്ധുക്കളെയും അടുപ്പക്കാരെയും ഒക്കെ ചട്ടം ലംഘിച്ച് നിയമിച്ചു. പിന്നെയും സസ്പെൻഷൻ. അതെങ്ങനെയാണ് സംഭവിക്കുക അലക്സ്? ഹാഷ്മി, RCCയിലെ നിയമന ക്രമക്കേടിന്റെ കഥ അങ്ങനെ വർഷങ്ങളുടെ പാരമ്പര്യത്തോടുകൂടെ നീണ്ടു കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിന് ഈ ക്രമക്കേടിൽ ഉള്ള പങ്ക് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുൻപ് 2012 സമാനമായ ഒരു ക്രമക്കേട് അവിടെ നടന്നിരുന്നു. അന്നും ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറായിരുന്നു. അത് 2012 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുള്ള നിയമനം നടക്കുന്നത്. അന്നത്തെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B ലളിതയുടെ മകൻ മനോഹരൻ തമ്പിക്ക് ആ പട്ടികയിൽ 24ാം റാങ്ക് ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് CNO ആയിരുന്ന ശ്രീലേഖ ആറും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന B ലളിതയും സ്റ്റാഫ് നഴ്സുമാരായ ബീന കോശിയും അനുപമ എന്നിവരും ചേർന്നായിരുന്നു എന്നാണ് പരാതി. അവർ അത്യന്തം ആ നിയമന പ്രക്രിയയിൽ ഇടപെട്ടു എന്നുള്ളതായിരുന്നു ആ പരാതി അന്ന് ലഭിച്ചത്. ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്നും നിയമനത്തിൽ ക്രമക്കേട് നടത്തിയെന്നും പരാതി ഉയർന്നതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിനൊടുവിൽ ആ പട്ടിക റദ്ദു ചെയ്യുന്ന സാഹചര്യം അന്ന് 2012 ഉണ്ടായിരുന്നു. ആ പട്ടിക റദ്ദു ചെയ്ത ഓർഡറാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത്. അന്ന്, അതായത് 2012 ശേഷം വീണ്ടും 13 കൊല്ലങ്ങൾക്കിപ്പുറം അതേ കുറ്റം തന്നെ ഈ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. അത് 2025 നടന്ന ഈ സ്റ്റാഫ് നഴ്സുമാരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട അഭിമുഖ പരീക്ഷ, ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലെല്ലാം അത്യന്തം ഇടപെടുകയും CNO ഇടപെടുകയും CNOയുടെ അടുത്ത ബന്ധുക്കൾ, സഹോദരിയുടെ മകൾ 1ാം റാങ്ക്, മറ്റടുത്ത ബന്ധുക്കൾ 2ാം റാങ്ക്, ഇവരുടെയൊക്കെ അടുപ്പക്കാർ തൊട്ടടുത്ത റാങ്കുകളിലായി നിയമിക്കുകയും അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പരാതിയാണ് ഉയർന്നത്. ആ പരാതി ഉയർന്നു വന്നതിന് ശേഷം അത് ഉദ്യോഗാർത്ഥികൾ തന്നെ അത് 24നോട് അത് പ്രതികരിച്ച് കണ്ടതാണ്. അതായത് ചോദ്യപേപ്പർ ഇവർ
ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യം നൽകി തരുന്നതായി ഉദ്യോഗാർത്ഥികൾ തന്നെ സമ്മതിച്ചു എന്നതടക്കം ചില ഉദ്യോഗാർത്ഥികൾ 24 തന്നെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ വാർത്ത നൽകിയതാണ്. ഇത്തരത്തിൽ CMO പോർട്ടൽ പരാതി ലഭിക്കുന്നു. ഒപ്പം മെഡിക്കൽ കോളേജ് വാർഡിലെ മുൻ കൗൺസിലർ ശ്രീകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിക്കൊടുവിലാണ് RCC അന്വേഷണം പ്രഖ്യാപിക്കുന്നതും 5 അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്യുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് നടപടി എന്നുള്ളത് കാത്തിരുന്നു കാണണം. അതായത് 2012 ചോദ്യപേപ്പർ ചോർത്തി കൊടുത്ത് അടുപ്പക്കാരെ ഇഷ്ടക്കാരെ അതിൽ കയറ്റുന്നു. അത് പിടിക്കപ്പെടുന്നു, റദ്ദ് ചെയ്യുന്നു. 2026 ഏതാണ്ട് അതേ മോഡസ് ഓപ്പറാണ്ടിയിൽ ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ ഇങ്ങനെ ആവർത്തന തട്ടിപ്പ് നടത്താൻ സാധ്യമാണോ അലക്സ്? ഹാഷ്മി, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ അപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. RCCയുടെ ചട്ടം അനുസരിച്ച് ഇത്തരത്തിലൊരു നിയമനം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരൊരു അഭിമുഖവും മറ്റ് നിയമന പ്രക്രിയയിൽ ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രക്രിയയിൽ നിന്ന് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ മാറി നിൽക്കണമെന്നുള്ളതാണ് RCC ചട്ടം. ആ ചട്ടം പൂർണ്ണമായി ലംഘിക്കപ്പെടുന്നു, നഗ്നമായി ലംഘിക്കുന്നു എന്നുള്ളതാണ്. ആ ചട്ടത്തെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ആളാണ് CNO. ആ ചട്ടം തെറ്റിച്ചതുകൊണ്ട് ഒരു തവണ നടപടി നേരിട്ട അല്ലെങ്കിൽ ഒരു തവണ ആ പ്രക്രിയയിൽ നടപടി നേരിടുകയും ആ പട്ടിക റദ്ദു ചെയ്യപ്പെടുകയും അന്ന് ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണയുള്ള ആളാണ് CNO. എന്നിട്ടും അത് ആവർത്തിച്ചു എന്നുള്ളതാണ് ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കാതലായ അല്ലെങ്കിൽ വിഷയങ്ങൾ തന്നെയാണ് കണ്ടെത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ലഭിക്കുമെന്ന് മനസ്സിലാക്കാം. CNO ഗൗരവമായ അല്ലെങ്കിൽ ഗുരുതരപരമായ തെറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ആ തെറ്റിന്റെ ഗൗരവം മാത്രം കണക്കിലെടുത്തല്ല, അതും നേരത്തെയും സമാനമായ തെറ്റ് ആവർത്തിച്ചിരുന്നു. അപ്പോഴും ആ തെറ്റിൽ പങ്കാളിയാകാൻ ഈ CNO ഉണ്ടായിരുന്നു, ശ്രീലേഖ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗൗരവതരം. അതിൽ ഇനി മറ്റാരെങ്കിലും പങ്കാളികളാണോ, അതായത് RCCയുടെ തലപ്പത്തിരിക്കുന്നവർ ആരെങ്കിലും പങ്കാളികളാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനൊരു പക്ഷേ RCCയുടെ ആഭ്യന്തര അന്വേഷണം മതിയായെന്ന് വരില്ല. അതിലൊരു വിജിലൻസ് അന്വേഷണമോ അത് വളരെ കൃത്യമായ അന്വേഷണം നടന്നേ പറ്റൂ. കാര്യം ഇത്രയും വർഷത്തെ എന്താണ് നമ്മുടെ കാലങ്ങളുടെ പഴക്കം എന്നൊക്കെ പറയുന്നത്, പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് പോലെ പരമ്പരാഗതമായി തട്ടിപ്പ് എന്ന് പറയാൻ പറ്റും. 2012 മുതൽ ഇങ്ങോട്ട് ഇത്ര വർഷത്തെ തട്ടിപ്പ്. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമല്ല, ഈ കാലയളവിൽ ഇവർ ചെയ്ത പണികൾ മുഴുവൻ ഒന്നുകൂടി പുനഃപരിശോധിക്കണം. എത്രയൊക്കെ ആ തട്ടിപ്പുകൾ അതേ ഫോർമാറ്റിൽ ആവർത്തിക്കുന്നില്ല. ഒറ്റ ഉദ്യോഗസ്ഥ മാത്രം ആവാൻ തരവില്ല. അതൊരു കോക്കസ് ഉണ്ടോ, മാഫിയ ഉണ്ടോ എന്ന കാര്യം നമുക്ക് നേരത്തെ അലക്സ് പറഞ്ഞ പോലെ വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. അടുത്തൊരു തട്ടിപ്പിന്റെ വാർത്തയാട്ടോ. ശബരിമലയിലെ ക്രമക്കേടിന് അറുതിയേ ഇല്ല. അഭിഷേകം ചെയ്ത നെയ്യ് വിൽപ്പനയിലെ ഗുരുതര ക്രമക്കേടിൽ നെയ്യ് കൗണ്ടറിലെ ജീവനക്കാരനായ സുനിൽ പോറ്റിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഞെട്ടലുണ്ടാക്കുന്ന വെട്ടിപ്പെന്ന് ഹൈക്കോടതി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, അവിടെ ശബരിമലയിലെ അയ്യപ്പന്റെ പ്രതിഷ്ഠാ പരിസരത്ത് കൈവെക്കുന്നു, പിന്നെയാണോ കുറച്ച് നെയ്യ്? ഹൈക്കോടതിക്ക് ഞെട്ടലുണ്ടായി, പക്ഷേ കേൾക്കുന്ന സാധാരണക്കാർക്ക് ഇതിൽ വലിയ ഞെട്ടലുണ്ടാകാനിടയില്ല. വിഷ്ണു, ഹാഷ്മി, തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ ആ ഞെട്ടലിന്റെ ആഘാതം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി ഇപ്പോഴും ഇതിൽ വലിയ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം വലിയ ക്രമക്കേട് തന്നെയാണ് ഈ നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഏകദേശം 13,000-ഓളം വരുന്ന നെയ് പാക്കറ്റുകളിൽ അതിന്റെ ക്രമക്കേട് നടത്തിയത് വഴി 13 ലക്ഷം രൂപ ബോർഡിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. 22,000-ഓളം വരുന്ന സ്റ്റോക്ക്, ഈ നെയ്യിന്റെ സ്റ്റോക്ക് ആ പാക്കറ്റുകൾ കാണുന്നില്ല. അതിൽ കേവലം അതുവഴി ഏകദേശം 22 ലക്ഷം രൂപ, അങ്ങനെ ആകെ മൊത്തം 35 ലക്ഷം രൂപയുടെ ക്രമക്കേട് ഈ നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. കൗണ്ടറിൽ നിന്നിരുന്ന ഒരു ജീവനക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടി നേരിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസിനോട് അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 1 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഷ്മി, 13,67,900 രൂപയുടെ കുറവ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റക്കെടുക്കാനിടയുണ്ടോ? ഇതിന് നമ്മൾ നേരത്തെ ശബരിമല അവിടുത്തെ ദ്വാരപാല കൊള്ളയിലൊക്കെ ഒരാളിൽ തുടങ്ങി എവിടെ നിൽക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. അതുമായി താരതമ്യം അല്ലെങ്കിലും ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ സംശയം. ആ പശ്ചാത്തലത്തിലാണ് ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ സാധിച്ചത്. കേവലം ഒരു ജീവനക്കാരൻ വിചാരിച്ചാൽ മാത്രം ഇത്തരത്തിൽ ഒരു വലിയ തുകയിൽ ഒരു ക്രമക്കേട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവിടെ ഒരു 28,000-ഓളം വരുന്ന അക്കൗണ്ട്സ് പ്രകാരം 28,000 വരുന്ന നെയ് പാക്കറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നടത്തിയ പരിശോധനയിൽ കേവലം 5,650 നെയ് പാക്കറ്റുകൾ മാത്രമാണ് കണ്ടത്. ബാക്കി നെയ് പാക്കറ്റുകൾ എവിടെ പോയി എന്നതിനൊരു വ്യക്തതയില്ല. സ്വാഭാവികമായും ഒരാൾ വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും, കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവരും. ശബരിമല സ്വർണ്ണക്കൊള്ള, അതിന് പിന്നാലെ പാത്രം വാങ്ങിയതിലെ ക്രമക്കേട്, അടിമുടി ക്രമക്കേടുകളുടെ കഥയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം
സങ്കടകരമാണ്. വിശ്വാസികളെ സംബന്ധിച്ചത് വലിയ സങ്കടകരമായ കാര്യമാണ്. അവരുടെ വിശ്വാസി വികാരത്തെ ചൂഷണം ചെയ്യൽ, അടിമുടി തട്ടിപ്പ് നടത്തൽ, അവരുടെ വികാരത്തിന്, വിശ്വാസി വികാരത്തിന്, ഭക്തി വികാരത്തിന് ഒരു വിലയും കൊടുക്കാതെ പരമാവധി മര്യാദകൾ കാട്ടൽ, ഇതൊക്കെ ഇന്നലെ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് ഒരു ചോദ്യം ചോദിച്ചു. ഇത്തരത്തിലുള്ള കൊള്ള തടയാൻ പ്രത്യേക നിയമനിർമ്മാണത്തിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് ഇന്നലെ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചതാണ്. വേണ്ടിവരുമെന്ന് തോന്നുന്നു. ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യും. കൊല്ലം വിജിലൻസ് കോടതിയാണ് അനുമതി നൽകിയത്. കട്ടളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 19 പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി പിന്നെയും 14 ദിവസത്തേക്ക് നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിന് പിന്നാലെ തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക ശില്പ കേസിൽ പ്രതി ചേർത്തതായി SIT കോടതി ഇന്ന് അറിയിച്ചു. കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വിജിലൻസ് കോടതിയുടെ അനുമതിയും SIT തേടി. SIT ആവശ്യം പരിഗണിച്ച കോടതി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അനുമതി നൽകി. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 19 മാറ്റി. SIT റിപ്പോർട്ടും കോടതി തേടി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 27 പത്മകുമാറിനെ വീണ്ടും ഹാജരാക്കണം. 24 കൊല്ലം. ഇനി ന്യൂസ് എക്സ്പ്രസിലേക്കാണ്. CPIM വിട്ട് മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. നിർണായക നീക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകും. കുറേയധികം കാര്യങ്ങൾ വളരെ സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിന് വേണ്ടിയായാലും മനുഷ്യർക്ക് വേണ്ടിയായാലും ജനങ്ങളോടൊപ്പം ഒക്കെ ആയാലും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ഒരു സ്പേസിൽ ആവശ്യമില്ലാന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അപ്പോഴേ മാറുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, പ്രവർത്തിക്കാനുള്ളൊരു ചുറ്റുപാടില്ലാന്ന് തോന്നിയാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പാർട്ടിയിൽ അവഗണന നേരിട്ടെന്നും അധികാരമോഹമില്ലെന്നും ഐഷ പോറ്റി. തീരുമാനമെടുത്ത് മാറുക എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഐഷ പോറ്റി എനിക്ക് ഒരു സ്ഥാനമാനവും വേണ്ടെന്ന് ഇടയ്ക്ക് പറയുന്നത് കിട്ടും. തൊട്ട് താഴെ എഴുതി കാണിക്കുന്നു കൊട്ടാരക്കര മത്സരിക്കും. അപ്പോൾ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഐഷ പോറ്റി. വർഗവഞ്ചന എന്ന് ഐഷ പോറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ഐഷ പോറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷ പോറ്റി ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഐഷ പോറ്റിയുടെ നിലപാട് അവസരവാദപരമെന്ന് CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി. മുന്നണി മാറ്റ ചർച്ചകൾക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷം. UDF-ലേക്കില്ലെന്ന നിലപാടിൽ ഉറച്ച റോഷി അഗസ്റ്റും പ്രമോദ് നാരായൺ MLA-യും. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. UDF നേതാക്കളുമായി ജോസ് കെ മാണി ചർച്ച നടത്തി എന്ന് സൂചന. ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ൻ്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്തിപ്പോൾ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് VD സതീശൻ. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് എത്തുമെന്ന് NK പ്രേമചന്ദ്രൻ MP. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. പ്രതിയുമായി ഉടൻ തെളിവെടുപ്പാണ്. പാലക്കാട് രാഹുൽ താമസിച്ചിരുന്ന KPM ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. രാഹുലിന് നേരെ DYFI യുവമോർച്ച പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധവും ചീമുട്ടയേറും. ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യും. അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി. മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ശബരിമലയിൽ സ്പോൺസർമാരെ നിയന്ത്രിക്കാൻ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. കലാപൂരത്തിനൊരുങ്ങി തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. സ്വർണ്ണക്കപ്പിന് തൃശൂരിൽ സ്വീകരണം.
ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളുമായി ടീം 24. മകരവിളക്കിന് സന്നിധാനം ഒരുങ്ങി. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. മകരസംക്രമ പൂജ നാളെയാണ്. പമ്പയും നിലയ്ക്കലും ഉൾപ്പെടെ ഇടത്താവളങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങൾ. മകരവിളക്ക് മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സന്നിധാനത്ത് സജ്ജം. മകരവിളക്കിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ സ്കൂളുകൾക്ക് നാളെ അവധി. കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, പെരുവന്താനം, കൊക്കയാർ പഞ്ചായത്തുകളിലാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കോ ഇന്റർവ്യൂകൾക്കോ മാറ്റമില്ല. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ്യ് വിൽപ്പനയിൽ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. നടപടി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഞെട്ടലുണ്ടാക്കുന്ന വെട്ടിപ്പ് എന്ന് ഹൈക്കോടതി. ക്രമക്കേട് നടത്തിയ നെയ്യ് കൗണ്ടറിലെ ജീവനക്കാരനായ സുനിൽ പോറ്റിയെ സസ്പെൻഡ് ചെയ്തു. നിതിൻ നബിൻ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 20-ന്. നിലവിൽ ബിജെപി ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. വീണ്ടും കേന്ദ്ര സർക്കാർ സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ. മാവോയിസ്റ്റ് വെല്ലുവിളിയെ നേരിടാൻ കെൽപ്പുണ്ടെന്ന് തെളിയിച്ചുവെന്നാണ് തരൂരിന്റെ പുതിയ പ്രശംസ. യുപിയുടെ ആശയം മോദി നടപ്പാക്കിയെന്നും തരൂരിന്റെ കണ്ടെത്തൽ. തെരുവുനായ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നറിയിപ്പുമായി സുപ്രീംകോടതി. കുട്ടികൾക്കും പ്രായമായവർക്കും നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളിൽ കനത്ത നഷ്ടപരിഹാരം ചുമത്തും എന്ന് പറയുകയാണ് കോടതി. ഭക്ഷണം കൊടുക്കുന്നവർ തെരുവുനായ്ക്കളെ വീട്ടിൽ കൊണ്ട് വളർത്തട്ടെ എന്നും കോടതി. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1850ആയി. 10,000-ലേറെ പേർ അറസ്റ്റിൽ. ഇറാനുമായുള്ള ചർച്ചകളെല്ലാം നിർത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങൾക്ക് മേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് ഭീഷണി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭാവിയിൽ എന്താക്രമണമുണ്ടായാലും തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. നിലപാട് വ്യക്തമാക്കിയത് ആർമി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന കോൺഗ്രസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി KPC ആസ്ഥാനത്തെത്തി നേതാക്കളുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. പേരാമ്പ്ര സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകില്ലെന്ന സൂചന നൽകി മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈ. തിരുവനന്തപുരം വിഴിഞ്ഞം ഡിവിഷൻ LDF-ൽ നിന്ന് പിടിച്ചെടുത്തു. 10 മിനിറ്റ് ഡെലിവറി സേവനം അവസാനിപ്പിക്കാൻ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര നിർദ്ദേശം. സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റോ, ബ്ലിങ്കിറ്റ് എന്നീ ഡെലിവറി ആപ്പുകൾക്ക് നിർദ്ദേശം നൽകിയത് ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി. 10 മിനിറ്റ് അവകാശവാദം പിൻവലിക്കുന്നു ബ്ലിങ്കിറ്റ്. കരൂർ കേസിൽ അടുത്ത തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് TVK അധ്യക്ഷൻ വിജയ്ക്ക് CBI സമൻസ്. പൊങ്കൽ കണക്കിലെടുത്ത് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഇളവ് നൽകുകയായിരുന്നു. 24 എക്സ്ക്ലൂസീവ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചുവിടുന്നു. ഇത്തവണ കലൂർ സ്റ്റേഡിയത്തിൽ കളിച്ചേക്കില്ല. കോഴിക്കോടോ മലപ്പുറമോ ഹോം ഗ്രൗണ്ടായി പരിഗണിക്കുന്നു. നീക്കം ISL-ലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച്. കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രം ആവശ്യപ്പെട്ടത് 5 ജില്ലകൾ നിർദ്ദേശിക്കാൻ. വരേണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ്. പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയെന്ന്. അത് അസാധ്യമാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആയാലും JP നഡ്ഡയായാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശ്ശൂർക്കാരോടാണ്. അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശ്ശൂർ. അവിടുത്തെ ജനങ്ങളാണ് അത് രചിച്ചത്. അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം, ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശ്ശൂർ വരിക എന്നുള്ളത്. ആലപ്പുഴയിൽ സാധ്യമല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ ജില്ലയിലാണ് എയിംസ് വരേണ്ടതെന്നും സുരേഷ് ഗോപി. കാസർഗോഡ് പെർളയിൽ 48-കാരെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ CPIM നേതാവിനെതിരെ കേസ്. ഭർത്താവിനെയും മക്കളെയും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന് അതിജീവിത 24-നോട്. പരാതിക്ക് പിന്നാലെ CPIM ലോക്കൽ കമ്മിറ്റി അംഗവും എൻമകജെ പഞ്ചായത്ത് അംഗവുമായിരുന്ന S. സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 24 എക്സ്ക്ലൂസീവ്. ഇസ്രായേൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വയനാട് സ്വദേശി ജിനേഷിന്റെ ഭാര്യയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലുണ്ടെന്ന് വെളിപ്പെടുത്തൽ. ജിനേഷിനെ ബ്ലേഡ് മാഫിയ സംഘം മർദ്ദിച്ചു എന്ന് താമരശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ വെളിപ്പെടുത്തൽ. ജനീഷും രേഷ്മയും എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ കാണാൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പെങ്ങാനും ഇവരൊരു വണ്ടിയിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ബാക്കിലെ സീറ്റിലിട്ടിട്ട് ഇവരെ മർദ്ദിച്ചു എന്നൊക്കെ. ജനീഷല്ല, രേഷ്മയാണ് എന്നോട് പറയുന്നത്. മർദ്ദിച്ചു, എൻ്റെ മുമ്പിലിട്ടിട്ടാണ് ഏട്ടനെ മർദ്ദിച്ചത്. അപ്പോൾ ഇവർ വന്നത് ഞങ്ങൾ ഇതേ പ്രതികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സഹായം കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളടുത്ത് വന്ന്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഒരു കാര്യമില്ല.
എനിക്കും അതേ അനുഭവം തന്നെയാണ് ബത്തേരി സ്റ്റേഷനിൽ ഉണ്ടായത്. തനിക്കും സുഹൃത്തിനും ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയുണ്ടെന്നും ശ്രീഹരി 24-നോട്. ജനനായകൻ സിനിമാ വിവാദത്തിൽ വിജയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സിനിമയുടെ പ്രദർശനം തടയാൻ ശ്രമിക്കുന്നു. തമിഴ് സംസ്കാരത്തിനെതിരെ ആക്രമണമാണ് നടക്കുന്നതെന്ന് രാഹുൽ. വിനോദ നികുതി വിഷയത്തിൽ സിനിമാ സംഘടനകൾ സമരത്തിലേക്ക്. ഈ മാസം 21-ന് സൂചനാ പണിമുടക്കാണ്. തിയേറ്ററുകൾ അടച്ചിടുന്നതിന് പുറകെ ഷൂട്ടിംഗുകൾ നിർത്തിവെക്കാനും തീരുമാനം. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി കേസുകളുടെ അന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഭിന്നവിധിയുമായി സുപ്രീംകോടതി. നിയമം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ജസ്റ്റിസ് KV വിശ്വനാഥൻ വിധിച്ചപ്പോൾ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് BV നാഗരത്നയുടെ വിധി. ഇതോടെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ അതിജീവിതയുടെ പരാതി. ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുകയും ചെയ്തതിന് കേസെടുക്കണമെന്നാണ് പരാതി. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസിന് അയച്ച പരാതിയിൽ അതിജീവിത പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ എവിടെ മത്സരിക്കുന്നതിന് പ്രസക്തിയില്ലെന്ന് PV അൻവർ. എവിടെയും മത്സരിക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ കാര്യമേ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ളൂ. ഇവിടെ പിണറായിസം അവസാനിപ്പിച്ച് ജനങ്ങളെ ആ രാഷ്ട്രീയം കൂടുതൽ ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിണറായിസത്തിൻ്റെ തിക്തഫലം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ ഈ വൻ വിജയം. പിണറായിസം മരുമോത്സവം അവസാനിപ്പിക്കുക എന്നാണ് പ്രധാനമെന്നും PV അൻവർ. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം 6 ദിവസം താൽക്കാലികമായി അടച്ചിടും. റിപ്പബ്ലിക് ദിനാഘോഷ സുരക്ഷയുടെ ഭാഗമായി ഈ മാസം 21 മുതൽ 26 വരെയാണ് വിമാനത്താവളം 2 മണിക്കൂർ പ്രവർത്തനം നിർത്തുക. 600 സർവീസുകളെ ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. 21 കർമ്മപദ്ധതികളുമായി കൊച്ചി കോർപ്പറേഷൻ. വിശപ്പുരഹിത കൊച്ചിക്കായി ഇന്ദിരാ ക്യാന്റീനുകൾ ആരംഭിക്കും. തീവ്ര കൊതുക് നിവാരണ യജ്ഞത്തിന്റെ പ്രഥമ പരിഗണന. കോർപ്പറേഷന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് മേയർ VK മിനിമോൾ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് തെരുവുനായ ആക്രമണം. കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ 8 പേർ കടിയേറ്റു. നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയം. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ലോക് ഭവന് മുന്നിൽ കോൺഗ്രസിന് രാപ്പകൽ സമരം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടി നാളെ വൈകിട്ട് അവസാനിക്കും. കണ്ണൂരിൽ സൈബർ തട്ടിപ്പ് ശ്രമം പൊളിച്ചു പോലീസ്. തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചത് റിട്ടയർഡ് ബാങ്ക് മാനേജർ തൊട്ടട സ്വദേശി പ്രമോദ് മടത്തിലെ. പ്രമോദ് ഡിജിറ്റൽ അറസ്റ്റിലേക്ക് ഇരുന്നത് 2 ദിവസം. അറസ്റ്റ് നാടകം പൊളിഞ്ഞത് വിവരം സൈബർ പോലീസിന് കൈമാറിയതോടെ. ന്യൂസ് എക്സ്പ്രസ് പൂർത്തിയാവുകയാണ്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. 9 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രഖ്യാപിച്ചു റെയിൽവേ മന്ത്രി. തെരഞ്ഞെടുപ്പ് അടുത്ത ബംഗാളിന് 7 അമൃത് ഭാരത് സർവീസുകൾ അനുവദിച്ചു. അച്യുതൻ, കേരളത്തിലൊന്നുമില്ല അല്ലേ? പക്ഷേ തീർച്ചയായിട്ടും 9 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരെണ്ണം പോലും സർവീസ് കേരളത്തിലില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ബംഗാളിൽ 7 അമൃത് ഭാരത് സർവീസുകളായിരിക്കും ഉണ്ടാവുക. തമിഴ്നാടിന് 3ഉം അസമിന് 2ഉം സർവീസുകൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അപ്പോഴും കേരളത്തിന് ഇക്കാര്യത്തിൽ ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ വിവരം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. റെയിൽവേ മന്ത്രാലയമായിരുന്നു ഈ 9 അമൃത് ഭാരത് ട്രെയിനുകളുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ കേരളം ഇടപെടിച്ചില്ല എന്നതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹഷ്മി, ഓക്കെ. തെരഞ്ഞെടുപ്പ് അടുത്ത ബംഗാളിന് 7 ഉണ്ട് അമൃത് ഭാരത് സർവീസുകൾ. കേരളത്തിലും തെരഞ്ഞെടുപ്പാണ്, പക്ഷേ കേരളത്തിലൊന്നുമില്ല. അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദ്യ പോസ്റ്റ് തിരുത്തിയിറക്കിയ കുറിപ്പിലാണ് LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് അവകാശപ്പെടുന്നത്. LDF-ൽ തുടരുമെന്ന് അറിയിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യും പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ജോസ് കെ മാണി നിലപാട് അറിയിച്ചത്. ജോസ് കെ മാണി LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് CPIM നേതൃത്വം സ്ഥിരീകരിച്ചു. UDF പ്രവേശത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിനകത്ത് രൂക്ഷമായ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി വ്യക്തമാക്കി. ആദ്യ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും കൂടി അറിയിച്ചിരിക്കുന്നത്. UDF പ്രവേശത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനോട് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ഫേസ്ബുക്കിൽ ഇരുവരും പോസ്റ്റിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് ജോസ് കെ മാണി നിലപാടിൽ വ്യക്തത വരുത്തിയത്. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉണ്ട്,
ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDFന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കില്ല. പകരം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ആയിരിക്കും ജാഥ നയിക്കുക. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂലിൻ്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള രൂപത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഭാഗമാണത്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം UDF ചർച്ച ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ആരുടെയും പിന്നാലെ നടക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും ആരും വരേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പ്രതികരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ UDF ആലോചിക്കട്ടെ. ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഇവിടെ വരുന്ന വാർത്ത, തിരുവനന്തപുരം വീരണക്കാവിൽ പൂജാരി കിണറ്റിൽ ചാടി ആത്മഹത്യ എന്നൊരു വാർത്ത വരുന്നുണ്ട്. മുരളീധരൻ പോറ്റി 70 വയസ്സ്. ആത്മഹത്യ കാരണം വ്യക്തമല്ല. കുടുംബ പ്രശ്നം മൂലമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിശദമായി ചോദ്യം ചെയ്യാനും രാഹുലുമായി തെളിവെടുപ്പ് നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ. രാഹുലിനെതിരെ വലിയ പ്രതിഷേധമുയർത്തി DYFI യുവമോർച്ച പ്രവർത്തകർ ഇന്നും രംഗത്തെത്തി. അതേസമയം പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും രാഹുലിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. തിരുവല്ല ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റെന്നും പരാതി രാഷ്ട്രീയ പ്രേരിതം എന്നുമാണ് രാഹുലിന്റെ വാദം. കസ്റ്റഡിയിൽ ലഭിച്ചതോടെ രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നും കനത്ത പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയർന്നത്. മാവേലിക്കര ജയിലിന് മുന്നിലും വൈദ്യപരിശോധനയ്ക്കെത്തിച്ച തിരുവല്ല ജനറൽ ആശുപത്രിക്ക് മുന്നിലും കോടതി വളപ്പിലും പ്രതിഷേധവുമായി DYFI, SFI, യുവമോർച്ച പ്രവർത്തകർ എത്തി. കോടതിക്ക് മുന്നിൽ 100 കണക്കിന് പ്രവർത്തകരാണ് രാഹുലിനെതിരെ മുദ്രാവാക്യവുമായി തടിച്ചുകൂടിയത്. കോടതിയിൽ നിന്നിറക്കുമ്പോൾ രാഹുലിന് നേരെ DYFI പ്രവർത്തകർ ചീമുട്ടയും കല്ലുമെറിഞ്ഞു. ഷീൽഡ് ഉപയോഗിച്ച് സുരക്ഷയൊരുക്കിയാണ് രാഹുലിനെ പോലീസ് വാഹനത്തിൽ കയറ്റിയത്. പ്രതിഷേധം കണക്കിലെടുത്ത് കോടതിക്ക് മുന്നിൽ പോലീസ് വിന്യാസം ശക്തമാക്കിയിരുന്നു. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാഹുലിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം തിരുവല്ലയിലും പാലക്കാട്ടും രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. 24 പത്തനംതിട്ട. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോസ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പർണശാലകൾ കിട്ടി മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർ സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചു തുടങ്ങി. മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തേക്ക് എത്തും. രണ്ട് ദിവസമായി പർണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് തെളിയുന്നത് കാണാൻ പറ്റുന്ന മേഖലകളിലാണ് ഭൂരിഭാഗം ഭക്തരും തമ്പടിച്ചിരിക്കുന്നത്. എരുമേലി പേട്ടതുള്ളൽ കൂടി കഴിഞ്ഞതോടെ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് മല ചവിട്ടി തുടങ്ങി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള യാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. മകരവിളക്ക് ദിവസമായ നാളെ 35,000 തീർത്ഥാടകർക്ക് മാത്രമാണ് സന്നിധാനത്തേക്കുള്ള പ്രവേശനം. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനം കൂടാതെ മകരവിളക്ക് കാണാൻ കഴിയുന്ന പുൽമേട് അടക്കമുള്ള മേഖലകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കും. നിഖിൽ നിളയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടേക്കും. കലൂർ സ്റ്റേഡിയത്തിന് പകരം ഹോം ഗ്രൗണ്ടായി കോഴിക്കോടോ മലപ്പുറമോ തിരഞ്ഞെടുക്കാനാണ് ആലോചന. 24 എക്സ്ക്ലൂസീവ്. മഞ്ഞക്കടലാകുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലെത്തുന്ന ചിത്രം. ISL പ്രതിസന്ധി ഈ കാഴ്ചയെ മറച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം.
അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഫെബ്രുവരി 14 സീസൺ ആരംഭിക്കുമെങ്കിലും ഒറ്റ ലെഗായാണ് ലീഗ്. ഇതോടെ ബ്ലാസ്റ്റേഴ്സിന് കൂടിപ്പോയാൽ കിട്ടുക 6-7 ഹോം മത്സരങ്ങൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കെ വൻതുക വാടകയായി കൊടുത്ത കലൂർ സ്റ്റേഡിയത്തിൽ കളിക്കണമോ എന്ന ചിന്തയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. പകരം കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയമോ മലപ്പുറം പയ്യനാട് സ്റ്റേഡിയമോ ഹോം ഗ്രൗണ്ടായി തെരഞ്ഞെടുക്കാനാണ് ആലോചന. ഇത്തവണ ISL മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് ദൂരദർശനായതിനാൽ AFC നിലവാരമുള്ള മികച്ച സ്റ്റേഡിയം വേണമെന്ന പിടിവാശിയൊന്നുമില്ല അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്. സ്പോൺസർഷിപ്പ് പ്രതിസന്ധിയും ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് കാര്യമായ വരുമാനം കിട്ടുമോ എന്ന ആശങ്കയും കൂടിയാകുമ്പോൾ കൊമ്പന്മാർ കലൂരിനെ കൈവിടാൻ തന്നെയാണ് സാധ്യത. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതോടുകൂടി നമ്മുടെ പ്രൈം ടൈം പൂർത്തിയാവുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.